ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തുകയുടെ വർഗം ഡിസ്കസ് ചെയ്തിരുന്നു. അതുപയോഗിച്ച് എളുപ്പവഴിയിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ വർഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തു. അതിന്റെ ബീജഗണിത രൂപത്തിലുള്ള തെളിവും നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് അതിന്റെ പേജ് നമ്പർ 74 സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിന് ഫസ്റ്റും സെക്കൻഡ് പാർട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. തേർഡ് പാർട്ടാണ്, അതായത് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പവഴി. വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഈ തുകയുടെ വർഗ സ്ക്വയർ ഓഫ് ദി സം എന്ന ആ ആശയം ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടെത്താം. അതെങ്ങനെയാണെന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ 15 എന്ന് പറയുന്ന നമ്പർ, അതിന്റെ സ്ക്വയർ 15ന്റെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 5ന്റെ സ്ക്വയർ എഴുതാം. 5ന്റെ സ്ക്വയർ എത്രയാ? 5 × 5 25. അതങ്ങനെ എഴുതി. ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 2 വരിക. 1 × 2 എത്രയാണ്? 2. ആ 2 എഴുതി. അപ്പൊ 2 25 15 സ്ക്വയർ. അതുപോലെ 25ന്റെ സ്ക്വയർ എങ്ങനെ വരിക? 5ന്റെ സ്ക്വയർ 25. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3 ആണ്. അപ്പൊ 2 × 3 എത്രയാ? 6. 625 is the answer. 35ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4. 3 × 4 എത്രയാണ്? 12. സോ 1220. 45ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25. 4 കഴിഞ്ഞ അടുത്ത നമ്പർ 5. അപ്പൊ 4 × 5 എത്രയാണ്? 20. അപ്പൊ 2025. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എഴുതാം. മനസ്സിൽ കണക്കൂട്ടി തന്നെ എഴുതാൻ പറ്റും. അപ്പൊ 55ന്റെ സ്ക്വയർ ആണെങ്കിലോ 5ന്റെ സ്ക്വയർ 25 എഴുതി. 5 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാ? 6. അപ്പൊ 5 × 6 എത്രയാ? 30. സോ 3025 is the square of 55. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമല്ലേ അത്? അതെങ്ങനെ കിട്ടിയത്? അത് ഈ ഐഡന്റിറ്റി ആയിട്ട് എന്താ ബന്ധം? വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഐഡന്റിറ്റി x + y the whole square and this easy method? എന്താണ് അതിന്റെ ഈ എളുപ്പവഴിയിട്ട് വരാനുള്ള കാരണം? അവിടെ നമ്മൾ തുകയുടെ വർഗം യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിനെയും എങ്ങനെ എഴുതാം? 10x + 5 എന്ന് എഴുതാം. 2 ഡിജിറ്റ് മാത്രമല്ല, ഏത് നമ്പറാണ് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിന്റെയും മൾട്ടിപ്പിൾ ഓഫ് 10 + 5 എന്ന് എഴുതാം. അപ്പൊ 10x + 5 ഏത് നമ്പറിനെ എഴുതാം. അപ്പോ 125 ആണെങ്കിൽ 3 ഡിജിറ്റ് ആണെങ്കിലും അങ്ങനെ എഴുതാം. 12 × 10 + 5 ആണ് അല്ലെ? 12 10 120, 5 125. അപ്പോ 65 ആണെങ്കിൽ 10 × 6 + 5 ആണ് അല്ലെ? 95 ആണെങ്കിൽ 10 × 9 + 5 ആണ്. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന any number that can be written in the form, any number in which the unit place is 5 can be written as 10x + 5 അല്ലെ? യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് സംഖ്യയുടെയും 10x + 5 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോ 10x + 5, അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് 10x + 5 ആണ്. കാരണം യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിനെയും 10x + 5 അല്ലെങ്കിൽ 10a + 5 എന്ന രൂപത്തിൽ എഴുതാം. യൂണിറ്റ് പ്ലേസിൽ 5 ആണല്ലോ. അപ്പൊ 10th പ്ലേസിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 10x + 5 is the number. അപ്പൊ any number in which unit place 5 is ഇങ്ങനെ എഴുതാം. any number in which unit place 5 is 10x + 5. അപ്പോൾ 10x + 5 ആണ് നമ്പർ. ഇതിന്റെ സ്ക്വയർ എടുത്ത് നോക്കാം.
10x plus 5 the whole square is equal to നമ്മൾ x plus y the whole square ചെയ്തില്ലേ? എന്താണ് പറഞ്ഞത്? സം ഓഫ് ദി സ്ക്വയർ പ്ലസ് ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ആണ് സ്ക്വയർ ഓഫ് ദി സം. അതായത് തുകയുടെ വർഗ്ഗം എന്ന് പറയുന്നത് വർഗ്ഗങ്ങളുടെ തുകയുടെ കൂടെ ഗുണനഫലത്തിന്റെ ഇരട്ടി കൂട്ടണം. അപ്പൊ ഇവിടെ 10xന്റെ വർഗ്ഗം പിന്നെ 5ന്റെ വർഗ്ഗം ഇതിന്റെ രണ്ടിന്റെയും കൂടെ ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 2 into 10x into 5 ഇത് രണ്ടും കൂടി 10x into 5 മൾട്ടിപ്ലൈ ചെയ്യുക, ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം സ്ക്വയർ പ്ലസ് 2 into ഫസ്റ്റ് ടൈം into സെക്കൻഡ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? 10xന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10ന്റെ സ്ക്വയർ എടുക്കണം, xന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാ? 100. xന്റെ സ്ക്വയർ x സ്ക്വയർ പ്ലസ് ഇത് നമുക്ക് 2 into 10 20 into 5 100x പ്ലസ് 25. ഇതിനെ നമ്മൾ ഈ 100x കോമൺ അല്ലേ നോക്കിയേ. 100 കോമൺ ആണ്, എക്സ് സ്ക്വയറിൽ എക്സ് കോമൺ ആണ്. ബാക്കി ഇവിടെ 100x into x ആണ് 100x സ്ക്വയർ പ്ലസ് 100x into 1 ആണ് 100x പ്ലസ് 25 എഴുതാം. അതായത് 10x plus 5 the whole square എന്ന് പറയുന്നത് 100x into x plus 1 plus 25 ആണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും 100 ഉണ്ട്. x into x plus 1 100 and 25. x into x plus 1 100ഉം 25ഉം കൂടി വരും അല്ലേ? അപ്പോ 10x plus 5 അതായത് ഇവിടെ 2 ഡിജിറ്റ് നമ്പർ എടുക്കണമെങ്കിൽ ഇപ്പൊ 65ന്റെ സ്ക്വയർ എടുക്കണമെങ്കിൽ അവിടെ യൂണിറ്റ് പ്ലേസ് 5 ആണിത്. ഇത് 6 ടെൻസ് പ്ലേസ് ആണ്. എക്സിന്റെ സ്ഥാനത്ത് 6 ആണ്. അപ്പൊ 6 കഴിഞ്ഞ അടുത്ത നമ്പർ 6 into 6 plus 1 6 into 7 കേട്ടോ. 6 plus 1 അപ്പൊ x into x plus 1. അപ്പൊ ഇവിടെ വരുന്ന നമ്പറും അതിന്റെ അടുത്ത നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 7. അപ്പൊ 6 into 7 അതെത്രയാ? 48. അപ്പൊ 6 into 7 42. പിന്നെ 5ന്റെ സ്ക്വയർ 25 എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇതാണ്. 6 into 7 42 100 ഉണ്ട്. 3 hundreds ആണ്. എക്സിന്റെ x plus 1 hundreds പ്ലസ് 25 എന്ന് പറയുമ്പോൾ ഇതിനോട് 25 ആഡ് ചെയ്ത 42 25 കണ്ടോ? ഈ യൂണിറ്റ് ഇത്രയും പാർട്ടിങ്ങിന്റെ സെയിം വരിക. അതാണ് അവസാനത്തെ 25 നമ്മൾ എഴുതിയത്. ഇവിടെ വരുന്ന നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ആണ്. അപ്പോ x into x plus 1 100. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. x into x plus 1 hundreds ഉണ്ടാവും, അതിന്റെ കൂടെ 25 കൂടി ചേർത്ത് എഴുതുക. കാരണം അവസാനം അത്രയും 100 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ്. ആ 0 സ്ഥാനത്ത് 25 വരും. അപ്പൊ ഏത് 2 ഡിജിറ്റ് നമ്പറിന്റെയും 2 ഡിജിറ്റ് മാത്രമല്ല ഏത് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ 75ന്റെ സ്ക്വയർ ആണെങ്കിലോ 5ന്റെ സ്ക്വയർ 25 എഴുതി. 7 കഴിഞ്ഞ അടുത്ത നമ്പർ 8. 7 into 8 7 56 അല്ലെ? 85ന്റെ സ്ക്വയറോ 25 എഴുതി. 8 കഴിഞ്ഞ അടുത്ത നമ്പർ 9. 8 9s are 72 കേട്ടോ. 9 72. ഇനി 95ന്റെ സ്ക്വയറോ 5 കഴിഞ്ഞ അടുത്ത നമ്പർ 5ന്റെ സ്ക്വയർ 25. 9 കഴിഞ്ഞ അടുത്ത നമ്പർ 10 ആണ്. അപ്പൊ 9 into 10 90. 9 into 10 90. അപ്പൊ ഇങ്ങനെ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 105ന്റെ സ്ക്വയർ ആണെങ്കിലോ 5ന്റെ സ്ക്വയർ 25. പിന്നെ 10 ആണ് എടുക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് 10 വരിക. 10 കഴിഞ്ഞ അടുത്ത നമ്പർ 11. അപ്പൊ 10 into 11 110. So 11,025 is the score of 100. ശരിയല്ലേ? ഇനി 115ന്റെ സ്കോർ ആണെങ്കിലോ 5ന്റെ സ്കോർ 25. ഇനി 11 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 12 ആണ്. അപ്പൊ 11 into 12 എത്ര വരും? 11 12 11 12 1 13 132. അപ്പൊ 13,225. 11 12 കൂടി വിളിച്ചെഴുതിയാണ്. ശരിയല്ലേ? 125ന്റെ സ്കോറോ 5ന്റെ സ്കോർ 25. 12 കഴിഞ്ഞ അടുത്ത നമ്പർ 13. 12 into 13 അതാണ് ഇവിടെ എഴുതേണ്ടത്. 13 3 36 11 12 3 15 കണ്ടോ?
അപ്പൊ അങ്ങനെ ടു ഡിജിറ്റ് മാത്രമല്ല, യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പറിനെ, യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ നമുക്ക് 10 ബാക്കിയുള്ള നമ്പറിനെ മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ട് എഴുതാം. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 10 പ്ലസ് 5 ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ 5 ഉള്ള ഏത് നമ്പർ. മൾട്ടിപ്പിൾ ഓഫ് 10 എന്നല്ല, മൾട്ടിപ്പിൾ ഓഫ് 10 തന്നെ എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 10 പ്ലസ് 5. ഓക്കെ. ഇനി 135ന്റെ സ്കോർ ആണെങ്കിലോ, 5ന്റെ സ്കോർ 25. 13 കഴിഞ്ഞ അടുത്ത നമ്പർ 14. അപ്പോൾ 14 3 42, 14 14 4 18. കണ്ടാ, 42 2 ശിഷ്ടം 4, 14 14 4 18, 12225. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന എല്ലാ നമ്പറിന്റെയും സ്കോർ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഐഡന്റിറ്റിയുടെ എളുപ്പ വഴിയാണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി x+y ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഗുണന എളുപ്പാക്കുന്ന, സ്ക്വയർ കാണുന്ന എളുപ്പാക്കുന്ന വിദ്യയാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റി മുഴുവൻ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് x+y ഹോൾ സ്ക്വയർ പഠിച്ചിട്ട് എനിക്ക് നിത്യജീവിതത്തിൽ എന്താണ് ഗുണം. ശരിക്കും ഇതാണ് ഗുണം. ഈ ഗുണം മനസ്സിലാകണമെങ്കിൽ ആ വർഗം കാണുന്ന ഇത്തരമുള്ള എളുപ്പ വഴികൾ ശീലിക്കുക. അപ്പോൾ യൂണിറ്റ് പ്ലേസ് 5 വരുന്ന മാത്രമല്ല, 2 ഡിജിറ്റ് നമ്പറിന്റെ വർഗം കാണാൻ, സ്ക്വയർ കാണാൻ എളുപ്പ വഴികൾ, ഇത് എളുപ്പ വഴിയിൽ മനക്കണക്കായിട്ട് കൂട്ടുന്നതിന് നമ്മുടെ ഈ സർവ്വസമവാക്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.